ഹായ് മക്കളെ, ജോഗ്രഫിയിലെ ഒരു പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് നമ്മുടെ നാലാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ മാനവ വിഭവശേഷി എന്നുള്ള ചാപ്റ്റർ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മക്കളെ, മെയിൻ എക്സാമിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ക്രിസ്മസ് കഴിഞ്ഞതിന് ശേഷമുള്ള ചാപ്റ്റേഴ്സാണ് കൂടുതലും ചോദിച്ചിട്ടുള്ളത്. പക്ഷേ അതിന് മുമ്പുള്ള കുറച്ച് ചാപ്റ്ററിൽ നിന്നൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനും ആൻസറുകളാണ് നമ്മൾ പറയുന്നത് ഈ ചാപ്റ്ററിലെ. ആദ്യം തന്നെ നമ്മളെ എഡ്യൂക്കേഷൻ, അതായത് വിദ്യാഭ്യാസം കൊണ്ട് ഒരു രാജ്യത്തിന് എന്തൊക്കെ നേട്ടങ്ങളാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ രാജ്യം എങ്ങനെയാണ് പ്രോഗ്രസ് ആവുന്നത്, അതായത് മുന്നോട്ട് വരുന്നത് എങ്ങനെയാണ് രാജ്യത്തിന്. മക്കളെ, നമുക്ക് സ്വാഭാവികമായിട്ട് എഡ്യൂക്കേഷനിലൂടെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? നമുക്ക് മോഡേൺ ടെക്നോളജി എഫക്റ്റീവ്ലി കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ടും അല്ലെങ്കിൽ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ട്, ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നല്ല കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ അതോടുകൂടി ഇപ്പോൾ തന്നെ അക്വയർ ബെറ്റർ ജോബ്, നല്ലൊരു ജോബ് കിട്ടും. അങ്ങനെ ജോബ് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് കിട്ടും? ബെറ്റർ ഇൻകം, നല്ലൊരു വരുമാനം കിട്ടും. നല്ലൊരു വരുമാനം കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തായി മാറും? നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്തായി മാറും? അടിപൊളിയായി മാറും. നമ്മുടെ ലൈഫ് സ്റ്റൈൽ അടിപൊളിയാകുമ്പോൾ എന്തായി മാറും? അത് രാജ്യം അടിപൊളിയാവും. അപ്പോൾ എഡ്യൂക്കേഷൻ്റെ കാര്യങ്ങൾ മനസ്സിലായില്ലേ? അപ്പോൾ എഡ്യൂക്കേഷൻ എങ്ങനെയാണ് രാജ്യത്തിൻ്റെ പ്രോഗ്രസ്സിലേക്ക് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പുരോഗതിയെ നയിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫ്ലോ ചാർട്ട് പോലെയുള്ള കാര്യങ്ങളാണ് എഴുതേണ്ടത്. ഇനി നമ്മുടെ മനുഷ്യ മൂലധനം, അതായത് ചലഞ്ചസ് ഫേസ്ഡ് ബൈ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ, മനുഷ്യ മൂലധന രൂപീകരണത്തെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ അവർ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? രണ്ടാളുകളാണ് അത് നേരിടുന്ന വെല്ലുവിളികൾ. ഒന്ന് പോവർട്ടിയാണ്, ദാരിദ്ര്യമാണ്. രണ്ടാമത്തെ നമ്മൾ പറയുന്ന തൊഴിലില്ലായ്മയാണ്, അൺഎംപ്ലോയ്മെൻ്റ് ആണ്. അതെന്ത് ചെയ്യണം? മനസ്സിലാക്കി വെക്കണം. അപ്പോൾ പോവർട്ടിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് നമ്മുടെ കൊടുത്തിട്ടുണ്ട്. പോവർട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? ദാരിദ്ര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ലോ ഇൻകം ആയിരിക്കും, വരുമാനം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് സാധനങ്ങൾ വാങ്ങുമോ? ഇല്ല, സാധനങ്ങൾ വാങ്ങും. പിന്നെ അതുപോലെ തന്നെ സാക്സിറ്റി ഓഫ് ഫുഡ്, അതായത് നമുക്ക് എന്തായാലും ഭക്ഷണം കിട്ടാത്തൊരു ഇത് വരും, ഭക്ഷ്യ ദൗർലഭ്യം വരും. പിന്നെ അതുപോലെ തന്നെ ഭക്ഷണം കിട്ടാതാകുമ്പോൾ സ്വാഭാവികമായിട്ട് കുട്ടികളൊക്കെ മരണപ്പെട്ടു പോലെ. അതാണ് പറയുന്നത് ഹൈ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്. പിന്നെ അതുപോലെ തന്നെ ലോ പ്രൊഡക്ടിവിറ്റി വരും, അത് പോവർട്ടിയിലേക്ക് വരും. അപ്പോൾ പോവർട്ടി എങ്ങനെയാണ് ഇതിങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ഒരു ഫ്ലോ ചാർട്ട് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ഇനി ടൈപ്പ് ഓഫ് എന്തെന്ന് പറയാം, നമ്മുടെ അൺഎംപ്ലോയ്മെൻറ്റ്, അതായത് തൊഴിലില്ലായ്മ. 4 വിധത്തിലുണ്ട്. ഒന്ന് ഓപ്പൺ അൺഎംപ്ലോയ്മെൻറ്റ്, സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ്, ഡിസ്ഗസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ്, സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ്. അത് വായിച്ചു കഴിഞ്ഞാൽ തന്നെ സിമ്പിളായിട്ട് മനസ്സിലാവുന്നതാണ്. ഈ തൊഴിലില്ലായ്മ 4 തരത്തിലുണ്ട്. ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ക്രിസ്മസിന് ചോദിച്ചാണ് വ്യത്യസ്ത ടൈപ്പ് ഓഫ് തൊഴിലില്ലായ്മ, അൺഎംപ്ലോയ്മെൻറ്റ് എന്ത് ചെയ്യണം? മക്കൾ സിമ്പിളായിട്ട് പഠിച്ചു വെക്കണം. ഇപ്പോൾ പ്രകടമായ തൊഴിലില്ലായ്മ, അതായത് നമുക്ക് അല്ലെങ്കിൽ ഓപ്പൺ അൺഎംപ്ലോയ്മെൻറ്റ്, അതായത് നമുക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഇതാ വില്ലിങ് ടു വർക്ക് ബട്ട് അൺഎംപ്ലോയ്ഡ്, അതായത് തൊഴിൽ ചെയ്യാൻ സന്നദ്ധമായിട്ട് തൊഴിലില്ലാത്ത അവസ്ഥ. ഞങ്ങളൊക്കെ ഓക്കെയാണ്, തൊഴിൽ ചെയ്യാനൊക്കെ, പക്ഷേ തൊഴിലില്ല. അതാണ് ഇനി അടുത്ത ഘടനാപരമായ തൊഴിലില്ലായ്മ, സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ്, അതായത് ജോബ് ലോസ് ഡ്യൂ ടു ദി ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ ടെക്നോളജി. പുതിയ ടെക്നോളജി വന്നപ്പോൾ നമ്മുടെ ജോലി നഷ്ടപ്പെട്ടു പോയി. പിന്നെ അതുപോലെ തന്നെ വരുന്നതാണ് സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ്. ചില ജോലികൾ ഉണ്ടാവും സീസണിൽ മാത്രമേ ഉണ്ടാവും. ചിലപ്പോൾ മഴക്കാലത്ത്, ഇപ്പോൾ കുട നന്നാക്കൽ, അത് ഏത് സമയത്ത് ഉണ്ടാവുള്ളൂ? മഴക്കാലത്ത് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ജോലി ഉണ്ടാവില്ല. അങ്ങനെ ആലോചിച്ചാൽ മതി. പിന്നെ അതുപോലെ തന്നെ വരുന്ന ഡിസ്ഗസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ്, അതായത് ഉൽപ്പാദന പ്രവർത്തനത്തിൽ അധികം തൊഴിലാളികൾ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറേ ആൾക്കാരെ ജോലിയിൽ നിന്ന് പുറത്താക്കും. അതാണ് നമ്മുടെ അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ ഡിഫറൻറ്റ് അല്ലെങ്കിൽ സാധനങ്ങൾ അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ. ഓക്കെ, തൊഴിലില്ലായ്മയുടെ വിവിധ തരം സംഭവങ്ങളാണ്. അതെന്ത് ചെയ്യണം? 4 എണ്ണം കറക്റ്റായിട്ട് പഠിച്ചിടണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. ബാക്കിയുള്ളത് പഠിക്കേണ്ടതെന്നല്ല, വായിച്ച് നോക്കണം, കൃത്യമായിട്ട് പഠിക്കണം. പക്ഷെ ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പോൾ ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? ബൈ ബൈ.